ഹലോ ഗായ്സ്, എല്ലാവർക്കും ട്രാവലിംഗ് FKF-ലേക്ക് സ്വാഗതം. അപ്പോ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വേറൊന്നല്ല, ഇന്ന് സെക്കൻഡ് ഡേ ഓഫ് മുംബൈയിലെ സെക്കൻഡ് ഡേ ആണ്. ആൻഡ് നമ്മള് മുംബൈയില് സെക്കൻഡ് ഡേ ആയിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് ഫുള്ള് ഇവിടെ കറുപ്പായിരിക്കും മറ്റേ എപ്പോഴേ. പിന്നെ നമ്മുടെ ക്യാമറാസ് ഒന്ന് നോക്കാൻ പോണം. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ടെല്ലാം കൂടി. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ബാക്കി കാര്യങ്ങള് ഞങ്ങൾ ഇന്ന് ഫ്ലാറ്റും കാണിച്ചിട്ടുണ്ട്. വാ നോക്ക്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് നിന്ന ഫ്ലാറ്റ് കേട്ടോ. ഇവിടെ ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇതിന്റെ സൈഡിൽ കൂടെ നടന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ചായ ഒക്കെ ഒന്ന് കുടിച്ച് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട് വന്നോണ്ടിരിക്കട്ടാ. നടക്കാന്ന് വെച്ച് വീട്ടിൽ തന്നെ എത്ര നേരം കൂട്ടിയിരിക്കും. അപ്പോ വേറെ എന്ത് ചെയ്യാനാ. അപ്പൊ ഞാൻ നടന്നു. അപ്പൊ ഈ വീഡിയോയിലേക്ക് ഇറങ്ങണമെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൺ നല്ലോണം ലഭിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ ഇപ്പൊ എങ്ങടാണോ ഫസ്റ്റ് പോണേ നമുക്ക് നോക്കാം ഗൈസ്, സെറ്റ് ആക്കാം. അതിന്റെ മേളിൽ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാണ്ടാ. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഭാഗം കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ ലാസ്റ്റ് ഭാഗത്തില് അതിന്റെ വ്യൂ ഉണ്ട്. എന്തൊരു രക്ഷയില്ലാത്ത വ്യൂ ഗൈസ്. എന്റെ മോനെ സീൻ ഗൈസ്. അപ്പൊ ഇന്ന് നമ്മള് പാർട്ട് 2 മുംബൈ. പാർട്ട് 2 മുംബൈയില് പരിപാടി ഒന്നുമില്ല. ഇനിയിപ്പം ഒന്ന് കറങ്ങണം, പിടിക്കണം. ദാറ്റ്സ് ഓൾ. സോ ഗുഡ് ലക്ക്. ഇന്നലെ ഞാൻ കാണിച്ച ഭാഗം ഉണ്ടോ ഈ കാണുന്നത്? ഇന്നലെ ഇന്ന് കാണിച്ച വ്യൂ തന്നല്ല, ഇന്നലെ രാത്രിത്തെ വ്യൂ പൊളിയായിരുന്നു. അത് നിങ്ങള് നോക്കിട്ടോ എങ്ങനെയാന്ന്. സെറ്റ് പൊളിക്കും. അപ്പൊ ഗൈസ് ഞങ്ങള് തിരിച്ചു വന്നു കേട്ടോ. നടക്കൂല ഗൈസ്, പരിപാടിയാണ്. ആള് ചോദിച്ചാണ് എങ്ങടെ വന്നേന്ന്. അതല്ല, വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും രക്ഷയില്ല ഗൈസ്. അവിടെ ഗംഭീര തിരക്ക്. ചായ പിടിക്കാൻ വേണ്ടി പോയതാണ്. തിരക്കിന്റെ എന്താ പറയാ, തിരക്കില്ലാണ്ട് ഒരു സ്ഥലമില്ലാന്ന് അറിയില്ല. അതുപോലത്തെ ആയിരുന്നു മച്ചാന്മാരെ നമ്മള് പോയപ്പോ. കാണിക്കാൻ പറ്റില്ല എനിക്ക്. ആൻഡ് ഞങ്ങള് തിരിച്ചു പോന്നു. ഇപ്പൊ മേളില് കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ഇറങ്ങോട്ട് വെച്ചാറ്. കുറച്ച് കഴിയുമ്പോ തന്നെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി തുടങ്ങാണ്. അപ്പം വിളിക്കും. അപ്പൊ നമ്മള് വണ്ടീനെ എടുത്തിട്ട് പോവാണ്. വണ്ടീനെ എടുത്ത് വിട്ട് വണ്ടിയിൽ കയറിയിട്ടാണ് പോണത്. സെറ്റാക്കാം.
11:43 ടൈം ഇട്ടുണ്ട്. അപ്പോൾ ടൈം ആയതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാൻ പോവാണ്. സോ വിളിക്കാം. നമ്മൾ ഹാജിയിൽ ജ്യൂസ് സെൻ്ററിൽ വന്നേക്കാണ്. നല്ല രീതിക്കുള്ള അടിപൊളി ജ്യൂസ് തുറന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ജ്യൂസ് സെൻ്റർ ഏതാണെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ നമുക്കൊന്ന് കയറാൻ കഴിച്ചിട്ട് സെറ്റാക്കാം ഹാജിയിൽ ജ്യൂസ് സെൻ്റർ. നിങ്ങളിപ്പോൾ കണ്ടാൽ ഞാൻ ഇപ്പോൾ കൈ കഴുകണ രീതി അത് വേറൊന്നുമല്ല. ഇവിടെ നമ്മുടെ ബോംബെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നൂറ് ഹോട്ടൽ എന്ന ഒരു ഹോട്ടലുണ്ട്. അവിടുത്തെ രീതിയാണ് ഇങ്ങനെ കയ്യൊക്കെ കഴുകി വരുമ്പോൾ ചെറുതായിട്ട് എന്താ വരുമ്പോൾ ചെറുതായിട്ട് അവിടെ പോയി കൈ കഴുകണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഇങ്ങനെ തരും ഇവിടെ പോയി കൈ കഴുകാൻ കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ്. സോ ഇനി നമ്മൾ കറങ്ങാൻ അവിടുത്തെ സ്ഥലത്തേക്ക് സെറ്റ് കറങ്ങിയിട്ട് നമ്മള് ഇവിടെ ആള് നിർത്തി തന്നു. ഇപ്പം നമ്മൾ ആ നിർത്തി തന്നിടത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു കടയിലേക്ക് കേട്ടോ. ഇപ്പം നമ്മുടെ ക്യാമറയിൽ നോക്കണ്ട്. സോ സെറ്റാക്കാം, വിളിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം കണ്ടുതരാൻ കഴിയും. പണ്ടത്തെ പള്ളിയാണ് ഇത്. छत्रपति शिवाजी टर्मिनस यही है। पहले का वीटी नाम उसका नाम CST हो गया। जैसी सारी हाँ मी सांगितलं तुला. ओके वीटीला आहे आणि सकाळी काय
ഇതാണ് മച്ചാമാരെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. സോ നമുക്ക് നടക്കാൻ കുറച്ചുകൂടെ സെറ്റ്. അപ്പൊ ഇവിടെ എന്തൊരു പരിപാടി നടക്കാൻ പോവാണ്. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. സോ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പൊളിയാട്ടോ. ഇവിടെ ഫുള്ള് കുറെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. സോ നമുക്ക് സെറ്റാക്കാം, പൊളിക്കാം. ജെറ്റ് ബോട്ട് നല്ല സ്പീഡായിരിക്കും. നമ്മുടെ ഫിലിം സ്റ്റാറിൻ്റെ ഫോട്ടോ ഉണ്ട്. അത് ഇതിൽ കഴിഞ്ഞ നിങ്ങൾ കണ്ടല്ലോ, അതാണ് ഫിലിം സ്റ്റാറിൻ്റെ ഒപ്പം ഫോട്ടോ എടുത്തത്. ജുറാസിക് വേൾഡ് ആണ്. ആൻഡ് സോ പിന്നെ വേറെ കാര്യം എന്താണെന്നറിയോ, നമ്മൾ വളരെ സന്തോഷത്തിലാണ് ഇത്രയും ഇംഗ്ലീഷ് സിനിമയിൽ പെട്ടെന്ന് കണ്ട് എടുത്ത്. വെരി എക്സൈറ്റഡ് ഞാൻ. ഓക്കെ, പിന്നെ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ എക്സ്ക്ലൂസീവ് അല്ലാതെ ചിലവർക്കൊക്കെ അറിയാം, ചിലവർക്ക് അറിയത്തില്ല. അത് പിന്നെ നമ്മൾ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതൊരു പണ്ടത്തെ കഥയാണ്, 2008 നടന്ന കഥയാണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. കാരണം അതിപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതങ്ങനെ തന്നെ ഇരുന്ന് എല്ലാ കാര്യവും നടക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇനി അങ്ങനെ ഇതൊന്നും ആരും ആലോചിക്കാനോ പിടിക്കാനോ അങ്ങനെയൊന്നും പോകാറില്ല. കേസ് അവിടെ ക്ലോസ്ഡായി. സോ അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇവിടെ ഇപ്പോൾ പരിപാടി നടക്കാനുള്ള ഇതിലാണ്. സോ ഇവിടെ കുറേ ഇത് കണ്ടോ ഗൈസ്, ഇത് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു ഇതാണല്ലോ. കണ്ടോ, മിലിറ്ററിക്കാരന്മാരാണ് ഇത് കേട്ടോ, മിലിറ്ററി. ഇവിടുത്തെ രാജാവായ ഒരു ആൾ. ഓക്കെ, അപ്പോൾ ഇതിനെ പ്രതിഷ്ഠയെ നിൽക്കുന്നുണ്ട്. സോ അടുത്ത സ്ഥലത്തേക്ക് പോവാൻ റെഡി ആയിക്കോ നിങ്ങൾ. സോ ഗോയിങ് ടു നെക്സ്റ്റ് പ്ലേസ്. പൊളി കുറച്ചൊരു ഇട്ടപ്പോൾ ഇതാണ്ട അതിൻ്റെ പൊളിയിലെ നേരെ മറൈൻ ഡ്രൈവിംഗ് പോവാണ്. അവിടെ പോവാണ്. സോ പോയിട്ടാ जो टावर्स हाई राइज दिख रहा है वो नया है. ये सब पुराना बिल्डिंग है राइट साइड में. आने के टाइम पे ये हम लोग नहीं देखा था, बिल्डिंग से चले गए. अभी आप पूरा देखिएगा ना, अब ये होटल नया है, लेकिन बाकी जो कंस्ट्रक्शन आपको दिखेगा, विंडो वुडन वो सब
പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചില്ലിയല്ല ഫുഡ് കഴിച്ചൊന്ന് ജസ്റ്റ് ചില്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു അറബിക് ചില്ലിൽ വന്നിട്ടുണ്ട്. ാണ് കഴിച്ചത് അടുത്തത് ഞാൻ വായന കൂടെ